പാമ്പാക്കുട പ്രദേശത്തിന് ഒരു വലിയ ഉത്സവ ദിനമായിട്ടാണ് ഇന്ന് കണക്കാക്കുന്നത്. അനേകം ആളുകൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. മലങ്കര സഭയ്ക്ക് വൈദിക ശ്രേഷ്ഠരിൽ പ്രഥമഗണനീയനായി കരുതപ്പെടാവുന്ന സ്ഥാനം മലങ്കര സഭയിൽ ദൈവം തമ്പുരാൻ കനിഞ്ഞ് നൽകിയ ബഹുമാനപ്പെട്ട ജോൺസ് എബ്രഹാം റീസ് കോറപ്പീസ്കോപ്പ ആരോധിക്കപ്പെട്ടതിൽ സന്തോഷിക്കുകയും ആ സന്തോഷം പങ്കിടുവാനായിട്ട് ഇവിടെ വന്നെത്തിയിരിക്കുന്ന അനേകായിരങ്ങളുണ്ട്. മലങ്കര സഭയിലെ വട്ടശ്ശേരി തിരുമേനിക്ക് ലഭിച്ചതായ മലങ്കര മൽപ്പാൻ സ്ഥാനം അദ്ദേഹം സഭാഭാസുരൻ എന്നുള്ള രീതിയിൽ ഉയർത്തപ്പെട്ടു. സഭ അംഗീകരിച്ചു. അതിനുശേഷവും മലങ്കര മൽപ്പാന്മാരനേകം മലങ്കര സഭയിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും മലങ്കര സഭയിൽ ഒരു റീസ് കോറപ്പീസ്കോപ്പ എന്നുള്ള സ്ഥാനം നമ്മുടെ ഈ കാലഘട്ടത്തിൽ മലങ്കര സഭയ്ക്ക് നൽകുവാൻ തക്കവണ്ണം യോഗ്യനായ ഒരാളിനെ ദൈവം നമുക്ക് നൽകിയതിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. വൈദിക സെമിനാരി പഠനത്തിൽ ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ വൈദിക സെമിനാരിയിൽ പഠിച്ചവരാണ്. അതുമാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസത്തിന് യൂറോപ്പിൽ പഠിച്ചതായ സമയത്തും ഞാൻ ഇറ്റലിയിലും അച്ഛൻ ആ സമയത്ത് ബെൽജിയത്തിലും പഠിച്ചിരുന്നു. അന്നും കൂടുതൽ പരസ്പരം അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. വൈദിക സെമിനാരിൽ 2 വർഷം മാത്രമേ ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ ഇടയായിട്ടുള്ളൂ. എന്നാൽ അതുപോലെ കൂടുതൽ ഇടപെട്ട് സംസാരിക്കുവാൻ സാധിച്ചിട്ടുള്ളത് വിദേശത്ത് വെച്ചും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫസറായിരുന്ന അദ്ദേഹത്തിൻ്റെ സുറിയാനി പഠനത്തിനും വേദശാസ്ത്ര പഠനത്തിനും ഗുരുവായിരുന്ന ബെൽജിയം സ്വദേശിയായിരുന്ന ആൻഡ്രേ ഡി ഹാലോ എന്ന് പറയുന്ന വലിയ പ്രൊഫസർ ആണ് ആദ്യമായിട്ട് മാബൂഗിലെ വിശുദ്ധ ഫീലിക്സിനോസിനെ കുറിച്ച് വളരെ ബൃഹത്തായിരിക്കുന്ന പഠനം നടത്തി വലിയ ഒരു പുസ്തകം തന്നെ ഇറക്കി പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രി നേടിയ ആളാണ് യൂറോപ്പിൽ. അദ്ദേഹത്തോട് ഞാനും എൻ്റെ തിസീസ് അതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് പോയി പല കാര്യങ്ങളും കൺസൾട്ട് ചെയ്യുവാൻ പോയപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛനുമായി അവിടെ കൂടി ജീവിക്കുന്നതിനും സംസാരിക്കുന്നതിനുമൊക്കെ സാധിച്ച സന്ദർഭങ്ങൾ ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു. അതല്ലാതെ പല സന്ദർഭങ്ങളും ഞങ്ങൾ പരസ്പരം അടുത്ത് ഇടപെടുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം എനിക്ക് ലഭിച്ച ഒരു വലിയ അനുഭവം ബഹുമാനപ്പെട്ട അച്ഛൻ്റെ മകൻ തന്നെ ഇവിടെ ഓർമ്മിക്കുകയുണ്ടായി. ഒരിക്കൽ പോലും ഒരു ബഹുമാനമോ ആദരവോ ഇല്ലാതെ ഇടപെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ആ സ്വഭാവത്തിൻ്റെ ദാർഢ്യവും അതുപോലെ പഠനത്തിൻ്റെ ഔന്നത്യവുമൊന്നും വെളിവാക്കാതെ വളരെ വിനയത്തോടുകൂടിയുള്ള ഇടപെടലും വളരെയധികം എന്നെ ആകർഷിച്ച ഒരു കാര്യമാണ്.
അതുകൊണ്ട് തന്നെ ബലഹീനായ നാം ഈ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുമ്പോൾ അച്ഛനത് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയായി വരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അച്ഛന് അത് എത്രമാത്രം സ്വീകരിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം വൈദിക സെമിനാരി പ്രിൻസിപ്പലായി അന്ന് ഏതാണ്ട് 2-3 വർഷം കൂടെ അദ്ദേഹത്തിന് തുടരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഈ ഒരു ആവശ്യം അച്ഛനോട് പറഞ്ഞ സമയത്ത് വിത്തൗട്ട് എ സെക്കൻഡ് തോട്ട്, മറ്റൊന്നും ആലോചിക്കാതെ തിരുമേനി പറയുന്നത് പോലെ തിരുമേനി ഇഷ്ടം പോലെ ഞാൻ പ്രവർത്തിക്കാം എന്ന് പറയാൻ. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്തെങ്കിലുമൊക്കെ അസൗകര്യങ്ങളുണ്ടാവും. കുടുംബത്തിൻ്റെ അസൗകര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. മുഴുവൻ സമയം ഇവിടെ ചെലവഴിക്കാൻ സാധിക്കുമോ എന്നറിയില്ല. പറഞ്ഞു, അച്ഛന് സാധിക്കുന്നിടത്തോളം സമയം മതി. എങ്കിലും അതിന് ഒരു കുറവും വരാതെ ഏത് സമയത്ത് ആയിരുന്നാലും ഒരാഴ്ചയിൽ യാതൊരു കുറവും കൂടാതെ 5-6 ദിവസങ്ങൾ വരെ സഭയുടെ കാതോലിക്കേറ്റ് ഓഫീസിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഒരു വലിയ സഹായമാണ് ഈ ചുമതലയിൽ എനിക്ക് അദ്ദേഹം മുഖാന്തരം ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയാം, മലങ്കര സഭയിൽ അനേകമായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് സഭയിലെ ഇടവകളിലെ ഭദ്രാസനങ്ങളിൽ ഓരോ വ്യക്തികൾ, രാഷ്ട്രീയക്കാർ, അതുപോലെ സാമൂഹ്യ പ്രവർത്തകർ, ഇങ്ങനെ അനേകമായിരം ആളുകൾ വിവിധ തുറകളിൽ നിന്ന് വിവിധ രീതിയിൽ കാതോലിക്കാരോട് ഇടപെടുവാനും അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ളതായ ആവശ്യങ്ങൾ വരുന്നതാണ്. അവിടെയെല്ലാം എല്ലാ സമയത്തും ഞങ്ങൾ ഒരുമിച്ച് പരസ്പരം ചിന്തിച്ച് ആലോചിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാകുന്നത്. പലപ്പോഴും എന്നെ സഹായിക്കാൻ അച്ഛൻ അങ്ങേയറ്റം ശ്രമിച്ചിട്ടുണ്ട്, സാധിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള ഒരു പദവിയിലായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് മലങ്കര സഭയിൽ ഇത്രയധികം അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തി ഇല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ സ്ഥാനം യുക്തമാണ് എന്ന് കരുതിയത്. ഇത് ബന്ധപ്പെട്ട എല്ലാവരോടും ഞാൻ എൻ്റെ ആഗ്രഹം അറിയിച്ചപ്പോൾ എല്ലാവരും അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയായിരുന്നു ചെയ്തത്. ചില മലങ്കര മൽപ്പാൻ സ്ഥാനം കൊടുക്കുവാൻ, അതുപോലെ റീസ് കോർപ്പീസ്കോപ്പ എന്നുള്ള സ്ഥാനം കൊടുക്കുവാൻ എല്ലാവരും അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും അതിന് യുക്തനാണ് എന്നോട് പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ശുശ്രൂഷ ഇന്നലെ നിർവഹിക്കുവാനായിട്ട് കഴിഞ്ഞത്. അത് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നു, ഏറ്റവും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കാരണം മലങ്കര സഭയുടെ ചരിത്രവും പാരമ്പര്യവും ആരാധനാ പാരമ്പര്യങ്ങളും കാനോനകളും വേദശാസ്ത്രവുമൊക്കെ ഒരുമിച്ച് ഒത്തുവിളങ്ങുന്ന ഒരു വ്യക്തിത്വം എന്നുള്ളത് എൻ്റെ ബോധ്യമാണ്. അതുപോലെ തന്നെ ഭരണപരമായ രംഗങ്ങളിലും മറ്റ് മനുഷ്യരോടുള്ള ഇടപെടലിലുമൊക്കെ ഉന്നതമായ ഒരു നിലവാരം പുലർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ആ ഉന്നതമായ നിലവാരം തന്നെയാണ് സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്. സഭയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിലാണ് അദ്ദേഹം ആ സ്ഥാനം വഹിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനത്തിന് യുക്തമായ രീതിയിലും കൂടുതൽ ദൈവകൃപയിലും വളരുവാനുള്ള അവസരമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. തൻ്റെ സ്ഥാനവും മാനവുമൊന്നും ഒരിക്കലും വലുതായി കണക്കാക്കാതെ കൂടുതൽ സ്ഥാനങ്ങളിലേക്ക് ഉയരുമ്പോൾ കൂടുതൽ വിനയത്തിലേക്ക് വരുവാനുള്ള ഒരു കഴിവ്
ബഹുമാനപ്പെട്ട അച്ഛനുണ്ട് എന്നുള്ളത് അദ്ദേഹം വൈദിക സെമിനാരി പ്രിൻസിപ്പലായിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ബോധ്യമായി തീർന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മലങ്കര സഭയ്ക്ക് ഇന്ന് അദ്ദേഹം ചെയ്യുന്നതായ സേവനങ്ങളെക്കാൾ കുറേ കൂടെ ഉത്തരവാദിത്തോടുകൂടി കുറേ കൂടെ ശ്രേഷ്ഠമായ നിലയിൽ പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ള ഉറപ്പും വിശ്വാസവും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ഥാനം അദ്ദേഹം അലങ്കരിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മലങ്കര സഭയിൽ ഹി ഈസ് റോയൽ ആൻഡ് ലോയൽ ടു ദ ചർച്ച്. ആ ഒരു സർട്ടിഫിക്കറ്റാണ് എനിക്ക് നൽകാനുള്ളത്. അത് യാതൊരു കുറവും വരാതെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ തുടർന്ന് നിർവഹിക്കുവാനെല്ലാ ദൈവകൃപകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു.